ഓൾറെഡി പറഞ്ഞു തന്നിരിക്കുന്ന ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഗിവൺ എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു മാർക്ക് സാധ്യത എന്നല്ല, ഒരു മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പം നമുക്കറിയാം ഇത് സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു കോയിലാണ്. അതിന്റെ സൈഡ് 10 സെന്റിമീറ്റർ ആണ്. അപ്പം അത് സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള ഇതിനെ നമുക്ക് ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇതിന്റെ സൈഡ് 10 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ സൈഡും 10 സെന്റിമീറ്റർ ആണ്. ഹാവിംഗ് 100 ടേൺസ്, ഇതുപോലെയുള്ള 100 ടേൺസ് ആണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. 100 ടേൺസ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ടു എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ആയിരിക്കും പോകുന്നതെന്ന് അർത്ഥം. ആ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത്. വിച്ച് ഈസ് ഇൻക്രീസിങ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറ്റ് 1 ടെസ്ല പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 1 ടെസ്ല കൂടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് EMF ഇൻഡ്യൂസ് ചെയ്യും. ശരിയല്ലേ? ഏതെങ്കിലും ഒരു കോയിലുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടിയാൽ EMF ഇൻഡ്യൂസ് എന്നുള്ള കാര്യം അറിയാം. ആ ഇൻഡ്യൂസ് EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് E = നെഗറ്റീവ് d∅dt ആണ്. ഓൾറെഡി നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ഫൈയുടെ ഇക്വേഷൻ പഠിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? അതായത് BA cos θ എന്ന് പറഞ്ഞാൽ പഠിക്കുന്നത്. ഇവിടെ n ടേൺസ് ഉള്ളതുകൊണ്ട് NBA cos θ എടുക്കേണ്ടി വരും. θ എന്ന് പറയുമ്പോൾ ഏരിയ വെക്ടറിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. ഈ പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഏരിയ വെക്ടറും ഡയറക്ഷനും എങ്ങനെയാണ്. അപ്പൊ θ 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫൈ കണ്ടുപിടിക്കാൻ NBA cos 0 ചെയ്യാം. cos 0 1 ആണ്. ഫൈ = NBA × 1 വരും. ഇങ്ങനെ വരും. ഈ ഫൈ കൊണ്ട് ഇവിടോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയേ, E = നെഗറ്റീവ് d/dt ഓഫ് എന്താ NBA. കോൺസ്റ്റന്റ് ആയിട്ടുള്ള എല്ലാം പുറത്ത്, ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് മാത്രം. അപ്പൊ ചേഞ്ച് ചെയ്യാത്ത ആൾക്കാരെല്ലാം പുറത്തിറക്കണം. അപ്പം നെഗറ്റീവ് NA പുറത്തിറക്കി d/dt ഓഫ് എന്താ B. ഇനി എല്ലാം കൊടുക്കാം. നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 100 ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, ഇൻറ്റു നെഗറ്റീവ് ആണ് ഇവിടെ, ഇൻറ്റു പിന്നെന്താ ഏരിയ എന്ന് പറയുന്നത് എന്താ, ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര തന്നിരിക്കുന്നത്, ഏരിയ കണ്ടുപിടിക്കണം. 10 × 10 എന്ന് പറയുമ്പോൾ 10 × 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതായത് 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ, അല്ലേ? അപ്പൊ അതിനെ നമുക്ക് എന്തിലോട്ട് മാറ്റണം? അതിനെ നമുക്ക് മീറ്ററിലോട്ട് മാറ്റണമെങ്കിൽ ഇൻറ്റു 10⁻²⁻2 കൂടെ ചെയ്യണം, അല്ലെ? സ്ക്വയർ അല്ലേ, ഇൻറ്റു 10⁻⁴ ചെയ്യണം. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഏരിയനെ അത് വേണം എടുത്ത് കൊടുത്തോണം കേട്ടോ. ഏരിയ സൈഡ് വേണം കൊടുത്തോണം. ഏരിയ എന്ന് പറയുന്നത് 10 × 10 ആണ്. അതായത് 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതിനെ നമുക്ക് മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റണമെങ്കിൽ 100 × 10⁻⁴ എന്ന് കൊടുക്കേണ്ടി വരും. ഓക്കെ, അത്രയും മീറ്റർ സ്ക്വയർ. അതെടുത്ത് ഇവിടോട്ട് കൊടുക്കുകയാണെങ്കിൽ 100 × 10⁻⁴ ഇൻറ്റു dB/dt എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത്? 1 ടെസ്ല 1 സെക്കൻഡിൽ. അപ്പൊ നമുക്ക് അവിടെ 1 കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? മൈനസ്, ഇനിയിപ്പോ ഒന്നുമില്ല, കാരണം ഈ 4 പൂജ്യം മോളിൽ 100 × 100 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10,000 ഡിവൈഡ് ബൈ ഈ 10⁻⁴ താഴെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 10⁻⁴ ആവും. അതും എന്ത് തന്നെയാ, അതും 1000. ഇത് എല്ലാം കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? -1 തന്നെ കിട്ടും. -1 വോൾട്ട് ആയിരിക്കും ഇവിടെ. ഇത് MCQ ആണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ഓപ്ഷനകത്ത് 1 വോൾട്ട് എന്നേ കാണത്തുള്ളൂ. ഇപ്പൊ -1 എന്ന് കാണത്തില്ല. നെഗറ്റീവ് ഞാൻ പറഞ്ഞല്ലോ, ആ EMF ലെൻസ് ലോ വരുമ്പോഴാണ് നെഗറ്റീവ് കൊടുക്കുന്നത്. ഫാരഡി ജസ്റ്റ് ഇത്രേ കണ്ടുപിടിച്ചുള്ളായിരുന്നു. E = d∅/dt എന്ന് മാത്രമേ ഫാരഡി കണ്ടുപിടിച്ചുള്ളൂ. അതിനകത്ത് നെഗറ്റീവ് ഇടാൻ കാരണം ഈ EMF ഉണ്ടാകുന്നത് എപ്പോഴും ഈ ഫ്ലക്സ് ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി മാത്രമാണ് നെഗറ്റീവ് ഇടുന്നത്. അതുകൊണ്ട് നെഗറ്റീവ് അവിടെ പ്രസക്തമല്ല. അതുകൊണ്ട് MCQല് -1 ഇല്ലല്ലോ, 1 മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തെറ്റണ്ട. 1 വന്നാലും അത് ശരിയാണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. നോക്കിക്കോളൂ. പ്ലോട്ട് എ ഗ്രാഫ് showing variation plot a graph showing variation of induced EMF with the rate of change of current flowing through a coil.
ഒരു കോയിലിലൂടെയുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ടിനനുസരിച്ച് ഇൻഡ്യൂസ് EMF ഉണ്ടാകുന്ന വേരിയേഷൻ ഗ്രാഫ് വെച്ച് പ്ലോട്ട് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇത് ഗ്രാഫ് വല്ല ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? ഏബൽ ഐഡിയ ഉണ്ടോ? ഏബൽ പിന്നെ ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയാമോ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ചുമ്മാ ഗസ് ചെയ്തോ, കുഴപ്പമില്ല. അറിയാൻ സാധ്യത കുറവാന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ചോദിച്ചാം. ചിലപ്പോ ആർക്കെങ്കിലും ഒക്കെ അറിയായിരിക്കും. ആദിത്യക്ക് അറിയാമോ? ആദിത്യ, അർജുൻ, അർജുനോട് ഉണ്ടോടാ? അനീറ്റ പറയാമോ? അനീറ്റ പറഞ്ഞോ. കേട്ടില്ല. നെഗറ്റീവ് സ്ലോപ്പായിട്ട് താഴോട്ട് ഗ്രാഫ് എടുക്കട്ടെ. അപ്പം ഓക്കെ, അപ്പൊ എക്സ് ആക്സിസിൽ എന്ത് കൊടുക്കും? വൈ ആക്സിസിൽ എന്ത് കൊടുക്കും? ഏതാ? വൈയില് EMF. DIയോ? EMF. ക്ലിയർ ആവുന്നില്ല പറയുന്നത്. എനിവേ ഇങ്ങനെയാണോ നോക്ക്, ഇങ്ങനെയാണോ നോക്ക്. നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി എക്സ് ആക്സിസും വൈ ആക്സിസും വേണം. ഗ്രാഫ് വരയ്ക്കാൻ എക്സ് ആക്സിസും വൈ ആക്സിസും വേണം. ഓക്കെ, നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് വേരിയേഷൻ ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് എന്ന് പറയുമ്പോൾ DI/dt ആണ് ഉദ്ദേശിക്കുന്നത്. DI/dt വേഴ്സസ് എന്താണ്? EMF വേഴ്സസ്, അതായത് EMF വേഴ്സസ് E വേഴ്സസ് എന്താണ്? DI/dt ആണ് ഗ്രാഫ് വരയ്ക്കേണ്ടത്. ഇയും DI/dt തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. E = -L DI/dt ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും DI/dt-യും ഇയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നെഗറ്റീവ് ഉള്ളതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വേണം ഗ്രാഫ് വരയ്ക്കാൻ. അപ്പൊ നിങ്ങൾ ഇതിനെ DI/dt എന്ന് എടുക്കാം ഇങ്ങോട്ട്, ഇവിടെ EMF എന്ന് എടുക്കാം ഇത് ഇങ്ങോട്ട്. ഗ്രാഫ് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ഗ്രാഫ് വരയ്ക്കാൻ then ഇങ്ങോട്ട് വരച്ചാൽ മതി. ഇങ്ങനെ ഇതാണോ അനീറ്റ ഉദ്ദേശിച്ചത്? താഴെ വരച്ചു. ഏതാ? ഫസ്റ്റ് ക്വാഡ്രന്റ് താഴെ എങ്ങനെ വരച്ചു? ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ താഴെ വരച്ചോ? അത് തന്നെയല്ലേ നമ്മൾ വരച്ചത്. ഇതല്ലേ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. പലരും ഇത് റേറ്റ് ഓഫ് ചേഞ്ച് ഒക്കെ DI എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കും. DI/dt ആക്സിസും കൂടെ കൃത്യം റെപ്രസെന്റ് ചെയ്താലേ ഇതിന് മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ.
ഗ്രാഫ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ആക്സിസും കൂടെ കൃത്യമായിട്ട്, ആക്സിസിൽ ഓരോന്ന് റെപ്രസെന്റ് ചെയ്യുന്ന എന്താണെന്ന് കൂടെ കൃത്യമായിട്ട് വരയ്ക്കണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ a coil of wire enclosing an area 100 centimeter square is placed with its plane making an angle 60 degree with the magnetic field, of strength, magnetic field of strength. (10⁻⁻1) ആണ് magnetic field of strength 10⁻⁻1 Tesla. 10⁻⁻1 Tesla. What is the flux? Flux through the coil? If the magnetic field is reduced to zero in 10⁻³ seconds, then find the induced EMF. Try ചെയ്ത് നോക്കിയോ, 1 മിനിറ്റ് വരെ, 2 മിനിറ്റ് വരെ. തന്നിരിക്കുന്ന എടുത്ത് എഴുതുക. കണ്ടുപിടിക്കുന്നതും തന്നിരിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇക്വേഷൻ സെലക്ട് ചെയ്യുക, ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ എഴുതുക. എഴുതിയിരിക്കുന്നു. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ കീർത്തന? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ കീർത്തനെ? കരുണ എന്തോ പറയുന്നു? കരുണ ഓക്കെ, നോക്കിയോ. വേറെ പുതിയ കുട്ടി അനന്യ കയറിയിട്ടുണ്ടോ? അനന്യ അറിയാവോ അത്? നമുക്ക് ഏരിയയും തീറ്റയും മാഗ്നറ്റിക് ഫീൽഡ് ബിയും തന്നിട്ടുണ്ട്. അപ്പൊ ഫൈ ഈസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ വെച്ച് ഫൈ നമുക്ക് ഫൈൻഡ് ചെയ്യാറുള്ളൂ. എന്നിട്ട് അത് ഇ എം എഫിന്റെ ഇക്വേഷൻ ഇട്ടാൽ പോരെ, ഡി ഫൈ ബൈ ഡി ടി. അപ്പൊ ഫൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10⁻³ അല്ലേ, അങ്ങനെ ആണോ? വെരി ഗുഡ്. ഓക്കെ, കറക്റ്റ് ആണ്. അതായത് ഇപ്പൊ ഇവിടെ എന്താണ് കോയിൽ ഓഫ് വയർ എൻക്ലോസിങ് ആൻ ഏരിയ. അപ്പം ആ ഏരിയ ഇവിടെ തന്നിട്ടുണ്ട്. ഏരിയ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും എഴുതാം. ഏരിയ ഈസ് ഈക്വൽ ടു 100 cm² ആണ്. അപ്പൊ 100 cm² നമുക്ക് മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 100 × 10⁻⁻4 m² എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞിരുന്നു.
ഓക്കെ. ഇനിയും വേറൊരു കാര്യം, ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? ആ ഫൈ എത്ര കിട്ടുന്നതെന്നൊന്ന് കണ്ടുപിടിച്ചാൽ എന്നെ പറയാമോ? അനന്യ, എനിക്ക് കിട്ടിയത് 5 × 10⁻⁻⁴ ആണ്. 5 × 10⁻⁻⁴ എന്ന് കിട്ടി. തീറ്റ എത്ര ഇട്ടു? തീറ്റ 60 അല്ലേ? അതാണ് തെറ്റ്. അപ്പം ഇവിടെ ശ്രദ്ധിച്ചോ, അത് തീറ്റ 60 എടുത്തുള്ളത് എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. ഓക്കെ, നോക്കാം. എന്താ കാര്യം എന്നറിയാമോ? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് പോകുന്നത്. മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് 60 ഡിഗ്രിയിൽ ഇരിക്കുന്നതാ പറഞ്ഞത്. അപ്പൊ 60 ഡിഗ്രി ഇതാ, 60 ഡിഗ്രിയിൽ ഇതാ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇതിന്റെ പ്ലെയിൻ എന്ന് പറയുന്നത് 60 ഡിഗ്രിയിലാണ് ഇരിക്കുന്നത്. ഇതിന്റെ ഏരിയ വെക്ടർ തന്നെ ഇങ്ങനെയാണ്. ഇതിന്റെ ഏരിയ വെക്ടർ തന്നെ ഇങ്ങനെയാണ്. ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഫൈ കണ്ടുപിടിക്കാൻ ബി എ കോസ് തീറ്റ. അപ്പൊ ബി യുടെയും എ യുടെയും ഇടയ്ക്കുള്ള ആംഗിൾ വേണം എടുക്കാനായിട്ട്. മനസ്സിലായോ? അപ്പൊ ഇത് മൊത്തം 90 ഡിഗ്രിയാണ്. അതിൽ 60 പോയി കഴിഞ്ഞാൽ ബാക്കി 30, തീറ്റ 30 ആയിട്ട് വേണം എടുക്കാൻ. മനസ്സിലായോ അനന്യ? എപ്പോഴും ആലോചിച്ചോണം. ഇത് എല്ലാരും തെറ്റുവരുത്തുന്നതാണ് ഞാൻ സ്പെഷ്യലായിട്ട് എടുത്ത് ചോദിച്ചത്. ചെയ്ത് പറഞ്ഞ രീതിയെല്ലാം ശരിയാണ്. അപ്പം ഇവിടെ ഇതിപ്പോ മാഗ്നറ്റിക് ഫീൽഡ് ആണ്, എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഈ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, കോയിൽ ഓഫ് വയർ എൻക്ലോസിംഗ് ആൻ ഏരിയ അണ്ടർ ഈസ് പ്ലേസ്ഡ് വിത്ത് ഇറ്റ്സ് പ്ലെയിൻ മേക്കിംഗ് ആൻ ആംഗിൾ 60 ഡിഗ്രി. അതിന്റെ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതിന്റെ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതിന്റെ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഈ പ്ലെയിൻ അതുമായിട്ട് 60 ഡിഗ്രി മേക്ക് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം ഈ ആംഗിൾ 60 ആണ്. നമുക്കറിയാം ഫൈ കണ്ടുപിടിക്കണമെങ്കിൽ എന്തായാലും എന്താണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഫൈ കണ്ടുപിടിക്കാൻ ഫൈ ഈസ് ബി എ കോസ് തീറ്റ ആണ്. വേർ തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് എ ആണ്. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇത്. ഇവിടുത്തെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഇതാണ്. ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഇതാണ്. ഏരിയ വെക്ടർ എപ്പോഴും ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കുമല്ലോ. അപ്പം നമുക്കറിയാം ഇത് ഏരിയ വെക്ടറും ഈ പ്ലെയിനും തമ്മിൽ 90 ഡിഗ്രി ആയിരിക്കും എപ്പോഴും. അതിൽ 60 പോയി കഴിഞ്ഞാൽ ബാക്കി മാഗ്നറ്റിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിൽ 30 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ഈ പടമൊക്കെ ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാം. അപ്പം ഞാൻ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഞാൻ എന്താക്കി 30 ഡിഗ്രി കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പ. ബി ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്? ബി തന്നിട്ടുണ്ട്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് 10⁻³ 10⁻⁻1 തന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നോക്കിയോ. അപ്പം ഫൈ ഈസിക്കൽ ടു ഓക്കെ, ഇനിഷ്യൽ ഫൈ ആണ് കേട്ടോ, അത് ഓർത്തോണം. ഇവിടെ ഫൈ ആദ്യം ഒരു ഫൈ ഉണ്ടാവും, ഫ്ലക്സ് ഉണ്ടാവും. ആ ഫ്ലക്സ് പിന്നെ റെഡ്യൂസ്ഡ് ടു 0 എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ വാല്യൂ വെച്ച് കണ്ടുപിടിക്കുന്ന ഫൈ എന്ന് പറയുന്നത് ഇനിഷ്യൽ ഫൈ ആയിരിക്കും. ഫൈ ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, ബി എ കോസ് തീറ്റ ആണ്. അപ്പൊ ബി എന്ന് പറയുന്നത് നമുക്ക് 10⁻⁻1 ടെസ്ല തന്നിട്ടുണ്ട്. ഇൻറ്റു ഏരിയ 100 ഇൻറ്റു 10⁻⁻4 തന്നിട്ടുണ്ട്. ഇൻറ്റു കോസ് 30 ആണ്. അപ്പൊ ഇവിടെ 10 ഇതിനെ നമുക്ക് 100 ഇൻറ്റു 10⁻⁻5 എന്ന് എഴുതാം. ഇൻറ്റു കോസ് 30 √3/2 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഓക്കെ, അപ്പൊ 100നെ കൂടെ അതിനകത്ത് കെട്ടിയിട്ട് √3/2 ഇൻറ്റു 10⁻³ വെബർ ഫ്ലക്സ്. ഓക്കെ, അവര് പറഞ്ഞിട്ടുണ്ട് ഫൈനൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഫ്ലക്സ് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ടൈമും ആണ് തന്നിരിക്കുന്നത്. അതിന്റെ ടൈം എന്ന് പറയുമ്പോൾ 10⁻³ സെക്കൻഡിലാണ്. അങ്ങനെയാണ് ഇ എം എഫ് കണ്ടുപിടിക്കാൻ d∅/dt ആണ്. d∅ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ഫ്ലക്സ്. ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ എന്താ? ഫൈ ഫൈനൽ മൈനസ് എന്താ? ഫൈ ഇനീഷ്യൽ ആണ് അല്ലേ? ഇത് നെഗറ്റീവ് തന്നെ കൊടുക്കാം നമുക്ക്. അതായത് നെഗറ്റീവ് d∅/dt തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ വെളിയിൽ ഒരു നെഗറ്റീവ് /dt എന്ന് പറയുമ്പോൾ 10⁻³ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസിക്കൽ ടു നെഗറ്റീവ്, ഓൾറെഡി നെഗറ്റീവ് ഉണ്ട്, ഫൈനൽ എന്ന് പറയുന്നത് 0 ആണ്, മൈനസ് എന്താണ് √3/2 ഇൻറ്റു 10⁻³ ആണ്, ഹോൾ ഡിവൈഡ് ബൈ 10⁻³. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ 10⁻³ 10⁻³ പോയി മൈനസും പ്ലസ് ആവും. ലാസ്റ്റ് നമുക്ക് ഫൈനലിൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് മൈനസ് പ്ലസ് √3/2 വോൾട്ട് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. ഇങ്ങനെ എഴുതിയാൽ മതി.
ഡൗട്ട് ഉള്ളവർ ചോദിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ predict the polarity of the capacitor. ഇതിന്റെ നോട്ടിനകത്തുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. 2013 തൊട്ട് ഇങ്ങോട്ട് ഒരു 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. predict the polarity of the capacitor in the situation described by adjoining as shown in figure. Explain the reason to. ഇത് സിമ്പിൾ ആണ്, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഏതൊരു കോയിലാണെങ്കിലും, ഇതൊരു കോയിലാണ്, ഈ കോയിലിനടുത്തോട്ട് ഇപ്പൊ സൗത്ത് പോൾ നോർത്ത് പോൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ കോയിലുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് EMF ഇൻഡ്യൂസ് ചെയ്യും. EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് ആ ഉണ്ടാക്കിയ EMFനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. സോറി, ആ EMF ഉണ്ടാക്കാൻ കാരണക്കാരനായ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ കോയിലിനകത്ത് കറണ്ട് ഉണ്ടാകുന്നത്. അതിനർത്ഥം ഈ നോർത്ത് പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ഇവിടെ EMF ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ നോർത്ത് പോൾ ഇങ്ങോട്ട് വരുന്നതിനെ തടയുന്ന രീതിയിൽ വേണം ഇവിടെ കറണ്ട് ഉണ്ടാകാൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു നോർത്ത് പോൾ ഡെവലപ്പ് ചെയ്യണം, എന്നാലേ റിപ്പൽ ചെയ്യത്തുള്ളൂ. അതിനർത്ഥം ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കറണ്ട് ഉണ്ടാകും. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ലൂപ്പ് ഈ സൈഡിൽ നിന്ന് സൗത്ത് പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അപ്പുറത്തെ സൈഡ്, ഈ കാണുന്ന സൈഡ് സൗത്ത് ആയിട്ട് മാറും. കാരണം ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തും ഇതിനകത്ത് EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പം ഈ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സൗത്ത് പോൾ ആണെങ്കിൽ ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ ഇവിടെ കപ്പാസിറ്റർ എന്നിട്ട് കപ്പാസിറ്ററിന്റെ പൊളാരിറ്റി, പ്ലേറ്റിന്റെ പൊളാരിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുമില്ല, രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് സെയിം ഒറ്റ എഴുതിയാൽ മതി. അതായത് ഇതിങ്ങോട്ടേക്ക് വരുന്നത്, ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഈ സൈഡ് നോർത്ത് പോളും ഇതിങ്ങോട്ടേക്ക് വരുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡ് സൗത്ത് പോളും ആയിട്ട് മാറും. നോർത്ത് പോൾ എന്ന് പറയുമ്പോൾ ഇതിലൂടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യും. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ എപ്പോഴും എന്താണ്, പോസിറ്റീവ് നെഗറ്റീവിലോട്ടേ കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ A എന്ന് പറയുന്ന പ്ലേറ്റ് പോസിറ്റീവും B എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇനി നിങ്ങൾ അപ്പുറത്തോട്ട് ചെന്ന് നോക്കി കഴിഞ്ഞാൽ ആ സൈഡ് സൗത്ത് പോളാണ്. സൗത്ത് പോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ സൈഡിൽ പോയി നോക്കുമ്പോൾ ക്ലോക്ക് വൈസിലെ, ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനൊരു വട്ടം ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ ഈ ഡയറക്ഷനിൽ കൂടെ നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇതിന്റെ ബാക്ക് ഡയറക്ഷനിൽ കൂടെ പോയി വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും തോന്നുന്നത്. ശരിയല്ലേ? അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുമ്പോൾ പ്ലേറ്റ് A എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ്, അതുപോലെ പ്ലേറ്റ് B എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ്. അവർ അതിന്റെ റീസൺ പറയാൻ പറയുന്നുണ്ട്. റീസൺ പറയാൻ പറയുന്നതെന്ന് പറയുമ്പോൾ ഒരു കോയിലിനടുത്തോട്ട് ഒരു ബാർ മാഗ്നറ്റ് നോർത്ത് പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കോയിലിന്റെ ആ സൈഡ് തന്നെത്താൻ എഴുതിയത്, ആ കോയിലിന്റെ ആ സൈഡ് നോർത്ത് പോൾ ആയിട്ട് മാറുകയും
അതിനകത്തൂടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുകയും ചെയ്യും. കറണ്ട് എപ്പോഴും പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട് പോകത്തുള്ളൂ. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുന്ന സമയത്ത് എ പോസിറ്റീവും ബി നെഗറ്റീവ് ആയാൽ മാത്രമേ ആ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. അതാണ് അതിന്റെ റീസൺ. ഡൗട്ട് ഉള്ളവർ ചോദിക്കണം. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Two identical loops. One of copper, and the other of aluminium, are rotated with the same angular speed, in the same magnetic field, compare ഒന്ന് the induced EMF, രണ്ട് the current produced in the two coil, the current produced in two coil. Justify your answer. ആലോചിച്ച് ഒന്ന് ട്രൈ ചെയ്തേ. ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത് രണ്ട് ഐഡന്റിക്കൽ ലൂപ്പാണ്. ഒന്ന് കോപ്പർ കൊണ്ടും ഒന്ന് അലൂമിനിയം കൊണ്ടുമാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലാർ സ്പീഡും സെയിം ആണ്. മാഗ്നറ്റിക് റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് രണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ രണ്ടിലും അതിന്റെ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കമ്പയർ ദ ഇൻഡ്യൂസ്ഡ് EMF. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇൻഡ്യൂസ്ഡ് EMF ഇക്വേഷൻ E is equal to E0
സൈൻ ഒമേഗ ടി ആന്നുള്ള കാര്യം നമുക്കറിയാം. ഈ E0 എന്ന് പറയുന്നത് എങ്ങനെ വന്നു? ഒമേഗ ടിക്ക് 90 കൊടുത്തപ്പോൾ ഉണ്ടായ ഒരു മാക്സിമം EMF-നെയാണ് E0 എന്ന് പറയുന്നത്. അതിന്റെ ശരിക്കുള്ള വാല്യൂ NAB ഒമേഗ എന്നാണ് അല്ലേ? സൈൻ ഒമേഗ ടി ശരിയല്ലേ? ഇതിന് ഒമേഗ ടിക്ക് 90 ഡിഗ്രി കൊടുത്തപ്പോഴാണ് E എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് മാറിയത്? E0 എന്ന് പറയുന്നത് NAB ഒമേഗ ആയിട്ട് മാറിയത്. അപ്പൊ E0ക്ക് വരെ NAB ഒമേഗ എന്ന് കൊടുത്തു. കോപ്പർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നോക്കി, അവിടുത്തെ ഐഡന്റിക്കൽ ലൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും N സെയിം ആണ്, ഏരിയ സെയിം ആണ്, മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആണ്, ആംഗുലാർ വെലോസിറ്റിയും സെയിം ആണെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ രണ്ടിലും ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം EMF ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് നമ്പർ ഓഫ് ടേൺസിനെ, പിന്നെ ഏരിയനെ, പിന്നെ മാഗ്നറ്റിക് ഫീൽഡിനെ, പിന്നെ ആംഗുലാർ വെലോസിറ്റിനെ. ആംഗുലാർ വെലോസിറ്റി സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഐഡന്റിക്കൽ ലൂപ്പ് എന്ന് പറഞ്ഞത്, രണ്ട് ഐഡന്റിക്കൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം അതിന്റെ ഏരിയ സെയിം ആണ്, നമ്പർ ഓഫ് ടേൺസ് സെയിം ആണ്, എല്ലാം സെയിം ആണ്. അപ്പൊ അതിനർത്ഥം എന്താ? അപ്പം EMF വിൽ ബി സെയിം ആണ്, ശരിയല്ലേ? അതായത് EMF ഡിപ്പെൻസ് ഓൺ എന്താണ്? N, A, B and omega. Since all of these are same, EMF induced in both copper and aluminum will be same. അതേപോലെ തന്നെ കറണ്ട് നോക്കണം. ഈ കറണ്ടിന്റെ പ്രത്യേകത എന്താ അറിയോ? കറണ്ട് I is equal to V by R ആണ്. EMF-ന്റെ കേസ് വരുമ്പോൾ I is equal to E by R. ഓക്കെ, രണ്ടിന്റെയും EMF സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് I in copper Cu is equal to EMF divided by resistance of copper. അതേപോലെ തന്നെ I in aluminum എന്ന് പറയുന്നത് EMF in aluminum divided by resistance of aluminum. EMF രണ്ടിന്റെയും സെയിം ആയതുകൊണ്ട് ആകെ ഇവിടെ കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാ? റെസിസ്റ്റൻസിനെയാണ്. നമുക്കറിയാം രണ്ടിന്റെയും റെസിസ്റ്റൻസ്, കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റിയും അലൂമിനിയത്തിന്റെ റെസിസ്റ്റിവിറ്റിയും ഡിഫറെന്റ് ആണ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടിന്റെയും ഇതെന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. കറണ്ട് നമുക്ക് എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് കോപ്പർ വിൽ നോട്ട് ബി ഈക്വൽ ടു എന്താ? റെസിസ്റ്റൻസ് ഓഫ് എന്താ? അലൂമിനിയം ആയതുകൊണ്ട് തന്നെ കറണ്ട് ഇൻ Cu will not be equal to എന്താ? കറണ്ട് ഇൻ അലൂമിനിയം എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പം ഇങ്ങനെ എഴുതാം, from this equation it is clear that current depends only on resistance. ഈ കേസിൽ മാത്രമാണ് കേട്ടോ, കാരണം EMF രണ്ടിന്റെയും സെയിം ആണ്. As resistance of Cu not equal to resistance of aluminum, current in Cu also not equal to എന്താണ്? current in aluminum. ഇതാക്കില്ല.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ഒരു MCQ ആണ്. The magnetic flux linked with a coil is related to its area as 4 ഓപ്ഷൻ ആണ്. Phi directly proportional to S, phi directly proportional to S cube, phi directly proportional to S raised to 2/3, phi directly proportional to S raised to -3/2. ഇവിടെ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, നമുക്കറിയാം ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, BA cos θ എന്നുള്ള കാര്യം അറിയാം. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം phi directly proportional to A എന്നുള്ളത്. അപ്പം A എന്ന് പറഞ്ഞതിന് പകരം നമ്മൾ ചില കേസിൽ S സർഫസ് ഏരിയ എന്നാണ് എടുക്കുന്നത്. അപ്പം phi = BS cos θ എന്ന് നമ്മൾ എടുക്കാറുണ്ട്. S ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായോ? അപ്പം ഇവിടെ ഇതിന്റെ ആൻസർ A ആയി. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. A coil of area of cross section 0.5 meter square is placed in a magnetic field acting normal to its plane. The field varies as B equal to 0.5 t square plus 2t, where B is in Tesla and t in second. What will be the induced EMF in the coil at t is equal to 1 second?
പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. നമുക്കറിയാം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 0.5 മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് 0.5 ടി സ്ക്വയർ പ്ലസ് 2t തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം 1 സെക്കൻഡ് എന്താണ് ഉള്ളപ്പോൾ അതിന്റെ ഇൻഡ്യൂസ്ഡ് EMF എത്രയാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മോഡുലസ് എടുക്കുന്നെങ്കിൽ നെഗറ്റീവ് എടുക്കണം. ഇപ്പൊ മോഡുലസ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ വെറും എന്ത് ചെയ്താൽ മതി, E ഈസിക്കൽ നെഗറ്റീവ് d∅/dt എടുക്കുന്നതിന് പകരം E ഈസിക്കൽ d∅/dt എടുത്താൽ മതി. ഓക്കെ, നമുക്കറിയാം EMF ഈസിക്കൽ d/dt ഓഫ് ഫൈയുടെ BA cos θ എന്നറിയാം. നോർമൽ ടു ഇറ്റ്സ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനാണ്. θ 0 ആണ്, cos 0 1 ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ BA എന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം എന്താ, θ എന്ന് പറയുന്നത് 0 ആണ്. നോർമൽ ടു ദി പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഫീൽഡ് ആക്ടിങ് നോർമൽ ടു ദി പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഏരിയ വെക്ടറിന്റെയും ഡയറക്ഷൻ ഇങ്ങനെ, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെ θ 0. θ 0 ആകുമ്പോൾ cos 0 1 ആണ്. അതുകൊണ്ട് ഞാൻ BA cos θ എന്ന് എടുക്കുന്നില്ല, BA എന്ന് എടുക്കുകയാണ്. അവിടെ നിന്ന് EMF ഈസിക്കൽ ടു A പുറത്തിറക്കി d/dt ഓഫ് B. അവിടെ നിന്ന് E ഈസിക്കൽ ടു A തന്നിട്ടുണ്ട് 0.5 ഇൻറ്റു d/dt ഓഫ് B യുടെ വാല്യൂ തന്നിട്ടുണ്ട് 0.5 ടി സ്ക്വയർ പ്ലസ് 2t എന്ന് വരും. നമുക്കറിയാം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, അതായത് എക്സ് സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണേ എന്ത് ചെയ്യണം, 2x റേസ് ടു, അല്ലെങ്കിൽ x റേസ് ടു എന്നിനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ nx റേസ് ടു n-1 ആണ്. അപ്പൊ ഇവിടെ അതേപോലെ തന്നെ ചെയ്താൽ മതി. അത് ചെയ്യാൻ വേണ്ടി എന്താണ്, ഇവിടെ 0.5 ഇൻറ്റു ഇവിടെ അപ്പൊ നമുക്ക് 0.5 ഇൻറ്റു 2t റേസ് ടു 1 എന്ന് എഴുതാം. സോറി, പിന്നെ നമ്മൾ വീണ്ടും ഇതിനെയും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, d/dt ഓഫ് 2t ബൈ അല്ല d/dt ഓഫ് 2t. അപ്പം 2t നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് 2 തന്നെ വരും, അപ്പൊ പ്ലസ് 2. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് EMF is equal to 0.5 ഇൻറ്റു ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 into 10 ആണ്. അപ്പൊ നമുക്ക് 1 ഇൻറ്റു t വരുന്നു പ്ലസ് 2 വരുന്നു. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ EMF is equal to 0.5t പ്ലസ് 0.5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 10 ആണ്. 10 1 അതും 1 വരും. ഇനി നമുക്കറിയാം ടൈം t is equal to 1 ഉള്ളപ്പോൾ ഉള്ള EMF ആണ് കണ്ടുപിടിക്കേണ്ടത്. t 1 കൊടുക്കുക, എന്ത് ചെയ്താൽ മതി, EMF is equal to 0.5 ഇൻറ്റു 1 പ്ലസ് 1 എന്ന് എഴുതാൽ മതി. 0.5 ഇൻറ്റു 1 0.5 ആണ്, പ്ലസ് 1 അതായത് 1.5 വോൾട്ട് ആയിരിക്കും. നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. d/dx ഓഫ് x റേസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് nx റേസ് ടു n-1 ആണ്. ഇവിടെ d/dt ഓഫ് t സ്ക്വയർ എന്നാണ് വന്നത്. അപ്പം അതിനെയാണ് 2t റേസ് ടു 2-1 എന്ന് വരും. അതിനെയാണ് ഞാൻ 2t എന്ന് എഴുതിയത്. അതേപോലെ d/dt ഓഫ് 2 ഇൻറ്റു t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം 2 കോൺസ്റ്റന്റ് പുറത്തിറക്കി. അപ്പൊ d/dt ഓഫ് t ആണ്. dt പോകുമ്പോൾ ഇൻറ്റു 1 വരും, അതായത് 2 ഇൻറ്റു 1 2 തന്നെ വരും. അപ്പോൾ നമ്മളിവിടെ 2 കൊടുക്കും. ഇതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ 2024 ചോദിച്ചാണ്, MCQ ആണ്. സെയിം ഇതുപോലത്തെ സെയിം ഈ ഒരു മോഡൽ തന്നെ ഒന്ന് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം. The magnetic flux phi through
through a closed loop of resistance 3 ohm varies with time as phi is equal to 6 t square plus 3.0 t plus 5. What is the value of induced EMF? Induced EMF in 1 second. Time is equal to 1 second. അതാണ് ചോദ്യം. ഒന്ന് ട്രൈ ചെയ്തേ. ഇത് റെസിസ്റ്റൻസ് എന്നൊക്കെ നിങ്ങളെ തന്ന് പേടിപ്പിച്ചിരിക്കുകയാണ്. അത് വേറെ റെസിസ്റ്റൻസ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫൈ കണ്ടുപിടിക്കുക, അതായത് ഈ ഇൻഡ്യൂസ് EMF കണ്ടുപിടിക്കുക. നേരത്തെ പോലെ എന്താണ് മോഡുലസ് ഓഫ് ഇ ഈക്വൽ എന്താ ഡി ഫൈ ബൈ ഡി ടി ആണ്. ഡി ഫൈ നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് എന്താ ബി എ കോസ്റ്റീറ്റ എന്ന് എടുക്കാം. ബി എ കോസ്റ്റീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് അല്ല, ഫൈ ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കും. ഫൈ ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കാണ്ട് നമുക്ക് വേണമെങ്കിൽ 6t² പ്ലസ് എത്രയാണ് 3t പ്ലസ് 5 എന്നാണ് തന്നിരിക്കുന്നത്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി വിത്ത് റെസ്പെക്ട് ടു ടൈം. അതിൽ ഡി ബൈ ഡി ടി ഓഫ് എന്താണ് 6t² ചെയ്യണം പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് എന്താണ് 3t ചെയ്യണം പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് എന്താ 5 ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാം. ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് 6 ഇൻറ്റു 2t⁻1 എന്ന് വരും. പ്ലസ് ഇവിടെ 3 dt by dt ആണ് വരുന്നത്. അപ്പോൾ അത് 3 ആയിട്ട് മാറും. ഇത് 0 ആവും. കാരണം കോൺസ്റ്റന്റിനെ വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് 12t പ്ലസ് 3 എന്ന് വരും. നമുക്ക് t1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം t is equal to 1 when t is equal to 1 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ EMF എന്താവും 12 into 1 plus 3 വരുന്നു. അതായത് 12 plus 3 വരുന്നു. അതായത് 15 വരും.
അടുത്ത ക്വസ്റ്റ്യൻ. A metallic rod of length L is rotated with frequency nu with one end hinged at the center and the other end at the circumference of circular metallic ring of radius r about an axis passing through the center and perpendicular to the plane of the ring a constant and uniform magnetic field B parallel to the axis is present everywhere using Lorentz force explain how EMF is induced between the center and the metallic ring and hence obtain the expression for it ഇതാണ് ചോദ്യം. സാറേ കോൺസ്റ്റന്റ് പെട്ടെന്ന് വായിക്കാം. A constant and uniform magnetic field parallel to the axis is present everywhere full stop using Lorentz force. ഓക്കെ സാറേ. ഇതോടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിർത്താം. ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 മാർക്കിന്റെ ചോദ്യമാണ്. അതായത് ഒരു മെറ്റാലിക് റോഡ് അതിന്റെ ലെങ്ത് L ആണ്, അത് റൊട്ടേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ന്യൂ ആണ്. ഒരു എൻഡ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സർക്കുലർ സർക്കംഫറൻസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിന്റെ സർക്കുലർ സർക്കംഫറൻസിന്റെ റേഡിയസ് എന്ന് പറയുന്നത് r ആണ്. ഒരു റിങ്ങിന്റെ അതായത് റിങ്ങിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഒരു ആക്സിസിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അവിടെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റും ആണ്, യൂണിഫോമും ആണ്. മാത്രമല്ല ആ ആക്സിസിന് പാരലൽ ആയിട്ടാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ലോറൻസ് ഫോഴ്സ് വെച്ചിട്ട് അതിനകത്ത് EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റി ഉള്ള കാര്യങ്ങളും അതിന്റെ എക്സ്പ്രഷനും നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അത് ഞാൻ ഒന്ന് റഫായിട്ടൊന്ന് ഒരു സാധനം വരയ്ക്കാം, നോക്കിക്കോളൂ. ഒരു മെറ്റാലിക് റോഡ്, ഇതിന്റെ ലെങ്ത് L, ഇത് ഈ സൈഡിൽ ഹിഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും സർക്കുലർ പാത്തിൽ. ഇത് സർക്കുലർ ആണെന്ന് വിചാരിക്കണം കേട്ടോ, മുട്ട പോലെ ഉണ്ട്, എന്നാലും സർക്കുലർ ആണെന്ന് വിചാരിക്കണം.
അപ്പൊ ഇതിന്റെ ആക്സിസ് കണ്ടോ ഈ ഒരു ഇതിലായിരിക്കും, ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഇതിന്റെ ആക്സിസ് ഈ ഒരു ഇതിലായിരിക്കും പോകുന്നത്. അപ്പൊ ഇങ്ങനെ കറങ്ങുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇൻടു ദ പ്ലെയിൻ ആണ്. അപ്പൊ ഇൻടു ദ പ്ലെയിൻ മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് എന്താ, ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ലെങ്തിന് തുല്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതെന്ന് എഴുതിക്കുക. അതായത് ആ ലോറൻസ് ഫോഴ്സ് വെച്ചിട്ടല്ലേ ഇത് പറയേണ്ടത്. ആസ് ദ റോഡ് ഈസ് റൊട്ടേറ്റഡ്, ആസ് ദ റോഡ് ഈസ് റൊട്ടേറ്റഡ്, free electron in the road move towards the outer end, due to Lorentz force, and get distributed over the ring. Thus, the resulting separation of charges produces an EMF across the ends of the road. At certain value of EMF, there is no more flow of electrons and a steady state is reached. ഇതിന്റെ എക്സ്പ്രഷനും കണ്ടുപിടിക്കണം എന്ന് പറയുന്നുണ്ട്. എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം EMF ഈസികൾ ചെറിയ എങ്ങനെ വേണേൽ എഴുതാൻ കേട്ടോ. ഞാൻ പഠിച്ച രീതി ചെറിയ ഇ ആയതുകൊണ്ട് ആ വലിയ ഇ വെച്ചിട്ടൊക്കെ എഴുതാറുണ്ട്. ഇ ഈസികൾ ടു എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്, d∅dt. അവിടെ നിന്ന് നമുക്കറിയാം d/dt ഓഫ് എന്താ a cos theta. cos theta എന്ന് പറയുമ്പോൾ പറയാം ഇതിന്റെ പ്ലെയിൻ, ഇതിന്റെ എന്താണ് ഈ പ്ലെയിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ അതേ ഡയറക്ഷൻ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. ഇൻടു ദ പ്ലെയിൻ ആണ്. θ0 cos0 1 ആണ്. അതുകൊണ്ടാണ് ബി എ എടുക്കുന്നത്. അപ്പൊ ബി dA/dt എന്ന് എടുക്കണം EMF. ഓക്കെ, നമുക്കറിയാം ഇവിടത്തെ EMF-നെ നമുക്കല്ല, ഇവിടുത്തെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഈ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഇതിന്റെ ഏരിയനെ നമുക്ക് ക്യാപിറ്റൽ ആർ കൊടുത്തിട്ട്, റേഡിയസ് ക്യാപിറ്റൽ ആർ കൊടുത്തിട്ട് πr² എന്ന് എടുക്കുവാണേ. അപ്പം ബി ഇൻറ്റു പൈ ക്യാപിറ്റൽ R² എന്ന് കൊടുക്കുകയാണ്, ഡിവൈഡഡ് ബൈ ഈ dt-നെ ഞാൻ ടൈം പീരീഡ് നോക്കും. കാരണം ഒരു തവണ കറങ്ങി വരാൻ എടുക്കുന്ന ടൈമിന് ടൈം പീരീഡ് എന്നല്ലേ പറയാ. ഇപ്പൊ t എന്ന് കൊടുത്തിരിക്കുകയാണ്. ഇനി ഞാൻ ആംഗുലാർ വെലോസിറ്റിയും ടൈം പീരീഡും തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ω = 2π/t. അവിടെ നിന്ന് ഇതിനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ω / 2π = 1/t. ഓക്കെ, ഓൾറെഡി ഇവിടെ ഒരു 1/t ആണ് കിടക്കുന്നത്. അതിന് പകരം നമുക്ക് ω/2π എന്ന് എഴുതാം. അപ്പൊ EMF = B × πr² × 1/t എന്നാണ്. 1/tക്ക് പകരം നമ്മൾ ω/2π എന്ന് എഴുതും. പൈ കട്ട് ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന EMF-ന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ B × r² × ω/2 ഇതായിരിക്കും.
ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ